ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ബട്ടർ സ്കോച്ചിൻ്റെ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പി കാണിക്കാം. 250 ml ഒരു കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ട് അതൊരു 3 തവണ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 3 തവണ അരിച്ചെടുത്തില്ലെങ്കിൽ കൂടെ വിസ്ക് വെച്ച് നല്ലോണം അത് മിക്സ് ചെയ്തെടുത്താൽ മതി. 3 തവണ അരിച്ചെടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് റൂം ടെമ്പറേച്ചറുള്ള 4 മുട്ട. 1 കിലോ കേക്കിന് 4 മുട്ട. വലിയ മുട്ടയാണെങ്കിൽ 3 മതി. നോർമലായിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ 4 വേണം കേട്ടോ. പിന്നെ നനവൊന്നും ഇല്ലാത്തൊരു ബൗൾ വേണം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് അതിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യമേ പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട. ഒന്ന് അടിച്ചൊന്ന് കയറി വരുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. അതായത് ഒന്ന് പതഞ്ഞൊക്കെ വരുന്ന സമയത്ത്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിക്കാത്തത് എടുക്കാൻ കാരണം അധികം തരിയൊന്നുമില്ലാത്ത പഞ്ചസാരയാണെങ്കിൽ എനിക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് പൊടിക്കേണ്ട കാര്യമില്ല. അഥവാ ഇനി തരിയുള്ളതാണെങ്കിൽ മൈദ എടുത്ത അതേ കപ്പിന് 1/4 കപ്പ് പൊടിക്കാത്തത് എടുത്തിട്ട് അത് പൊടിച്ചെടുക്കുമ്പോൾ 1 കപ്പ് ഉണ്ടാവും. അങ്ങനെ 1 കപ്പ് പഞ്ചസാരയാണ് എടുക്കേണ്ടത്. ഇതിപ്പോൾ നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആണ് കേട്ടോ. ഇത് ഇവിടെ കിട്ടാത്തതിന് ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിച്ചതാണ്. ഇതൊരു 8 തുള്ളിയോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ റെക്കോർഡായില്ല. ഇനി നമുക്ക് മൈദ ഇട്ട് കൊടുക്കണം. ഇതിപ്പം മൈദ ഇട്ട് കൊടുത്തിട്ട് ബീറ്റർ വെച്ച് തന്നെ അടിക്കണമെന്നില്ല. ആദ്യമൊക്കെ ചെയ്യുന്നവർ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ട് ചെയ്താൽ മതി. പാലും മൈദയും മാറി മാറി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് മാറി മാറി പാലും മൈദയും ഓയിലും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓയിൽ 2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഓയിൽ ആദ്യമേ യൂസ് ചെയ്യേണ്ട. മൈദയൊക്കെ ആഡ് ചെയ്ത ശേഷം ഓയിൽ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഓയിൽ അടി പോയിട്ട് കിടക്കും, ഇതിനകത്ത് മിക്സ് ആവില്ല. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പ്രോസസ്സ് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യം കേട്ടോ. സ്പീഡിൽ ചെയ്താൽ ഈ മുട്ട അങ്ങ് താണു പോകും. പിന്നെ ഈ ബാറ്റർ ഒന്നിനും കൊള്ളില്ല. ഇനി ഒരു സ്പാച്ചുല വെച്ച് നമുക്ക് സൈഡിൽ ഇരിക്കുന്ന ബാറ്റർ എല്ലാം ഒന്നിച്ച് ഇതിനകത്താക്കി വൃത്തിയായിട്ടൊന്ന് എടുക്കണം കേട്ടോ. അതിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഈ സ്പാച്ചുല വെച്ച് ചെയ്യുന്നത് നല്ലതാട്ടോ. സൈഡിൽ ഇരിക്കുന്ന എല്ലാം ഇതിനകത്ത് അപ്പോൾ വരും. എന്നിട്ട് നമ്മൾ 8 ഇഞ്ച് പാനിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതാണ് റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയും. റിബൺ പോലെയല്ലേ അത് വീണത്. ആ ഒരു ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ സ്പോഞ്ച് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ടിത് ഒരു 10-25 തവണ എങ്കിലും ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിനകത്ത് എയർ ബബിൾസ് ഉണ്ടാവും. അത് പോവാനായിട്ട് നമ്മളൊരു 10-25 തവണയെങ്കിലും മിനിമം അങ്ങനെ തട്ടി കൊടുക്കണം. എന്നിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തൊരു ഓവൻ സെറ്റപ്പിൽ വെച്ച് കൊടുക്കണം. എൻ്റെ അടുത്ത് ഓവൻ ഉണ്ട്, എങ്കിലും എനിക്ക് സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നതാണ് ഇഷ്ടം. എന്ന് കണ്ടില്ലേ, നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പിലൊരു ഡിഫറൻസ് ഉണ്ട്, കാരണം ആ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നതിൻ്റെയാണ് കേട്ടോ. പിന്നെ ഇനി ഇതൊരു 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും 4 ലെയർ കട്ട് ചെയ്യാനുള്ളതുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യില്ല. 3 ലെയറിലേ കട്ട് ചെയ്യുന്നുള്ളൂ. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. നല്ല ക്ലോത്ത് പോലെ ഇങ്ങനെ മടക്കി എടുക്കാനൊക്കെ പറ്റും. അതുപോലത്തെ സ്പോഞ്ചാട്ടോ നമുക്ക് കിട്ടിയത്. ഇനി നമുക്കൊരു ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ലെയേഴ്സ് വെച്ച് കൊടുക്കാം. കേക്കിൽ വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് മിൽക്ക് മെയ്ഡ് പിന്നെ നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടല്ലോ, അതുകൂടെ മിക്സ് ചെയ്തെടുത്താണ് കേട്ടോ. ഇനി സോസ് കൂടെ കുറച്ച് നമുക്ക് എൻ്റെ സ്പോഞ്ചിലിട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഈ സോസൊക്കെ ഹോം മെയ്ഡ് തന്നെയാണ് കേട്ടോ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി കുറച്ച് ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ശേഷം നമുക്ക് ഫില്ലിംഗ് ഒക്കെ കൊടുത്തു തുടങ്ങാം. ആദ്യം കൊടുക്കുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ സോസാണ് കേട്ടോ. അതിന് കൊടുത്ത ശേഷം പിന്നീട് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഹോം മെയ്ഡായിട്ടുള്ള പ്രലയനോട് ഇട്ട് കൊടുക്കാം. അത് കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് ഇത് ചോക്ലേറ്റ് ചിപ്സ് ആണ് കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. സെയിം പ്രോസസ്സ് തന്നെ ബാക്കി കേട്ടോ. യു എയിൽ ഇതെൻ്റെ ആദ്യത്തെ കേക്ക് ഓർഡറാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിന് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. കേക്ക് ഓർഡർ എടുക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ അവൾ എനിക്ക് ആദ്യമേ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓർഡർ അവൾ തന്നെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് എനിക്ക് ഓർഡർ കിട്ടിയത് കേട്ടോ. ഇതൊരു വാലൻറ്റൈൻസ് ഡേ സർപ്രൈസ് കേക്കായിരുന്നു കേട്ടോ. അവളുടെ ഹസ്ബൻഡിന് സർപ്രൈസായിട്ട് കൊടുക്കാനുള്ള കേക്കായിരുന്നു. ഉള്ളിൽ ബട്ടർ സ്കോച്ച് എന്നാൽ പുറമേ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡിസൈനൊന്നും വേണ്ട, അല്ലാതെ ടോപ്പറൊക്കെ വെച്ചിട്ടുള്ള ഡിസൈൻ മതി എന്നാട്ടോ പറഞ്ഞത്. പിങ്ക് കളറിൽ വേണമെന്നാട്ടോ പറഞ്ഞത്. അങ്ങനെ ഏകദേശം ഫില്ലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഈ കേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു കേക്ക് കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കും ഉണ്ടല്ലോ ഒരു വാലൻറ്റൈൻ, പുള്ളിക്ക് കൊടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ സെയിം ബട്ടർ സ്കോച്ച് തന്നെയായിരുന്നു പുള്ളിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കട്ട് ചെയ്തിട്ട് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും ഫ്രണ്ട്സിനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഈ കേക്കിൻ്റെ കാര്യവും. നല്ല റിവ്യൂ ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവരുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നല്ല ഇഷ്ടമായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്രം കോട്ടൊക്കെ ഏകദേശം എല്ലാം കഴിയാറായി. ഇനി നമുക്ക് കുറച്ച് നേരം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം, ഒരു അരമണിക്കൂറെങ്കിലും. ഒക്കെ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ച ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ട് തുടങ്ങാം. ഇത് പിങ്ക് ഷെയ്ഡിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഫൈനൽ കോട്ടൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ സ്പാച്ചിൽ വെച്ച് മുകളിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടോപ്പറാണ് ഞാൻ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ടോപ്പറും പിന്നെ കുറച്ച് ഷുഗർ ബോൾസും ഒക്കെ വെച്ച് കൊടുത്താൽ മതി എന്നാണ്. അപ്പോൾ അത് മാത്രം വെച്ച് കൊടുത്തപ്പോൾ എനിക്കൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല. കുറച്ച് പൂക്കളോട് ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെ എനിക്ക് പൂക്കളാണെങ്കിൽ ഒരു ഹരമാണ് എപ്പോഴും ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഓക്കെ സൈഡിൽ കുറച്ച് പൂക്കളൊക്കെ കൊടുക്കാൻ പറഞ്ഞു. അവൾ കോള് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.